നോക്കൂ. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരിൽ എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് പറ്റത്? ആനന്റെ പ്രസവത്തിന് എത്ര അടങ്ങാത്ത പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3-ാം മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഞങ്ങൾ അതിലിട്ടില്ല. ജാഫറുലിയര് പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട്ട് ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട. പുറത്ത് പോട്ടതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഇത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മളെ കേട്ടില്ല സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്. വെള്ളം നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവം നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കും. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലത്. ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് ആൾക്കാരില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകൾക്ക് അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു പറയും, സാറേ മോൾക്ക് ഗർഭമാണ്, ഇവരെ ചെയ്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളതൊരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, ഈ പിറ്റത്തെ മാസം പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം ഇന്നത്തെ പരിശോധന ഏതാണെന്ന് വെച്ചാൽ ഓലൊക്കെ കൈവിട്ടുകാണ് മെഡിക്കൽ കോളേജിൽ പിന്നെ പോലെ. അപ്പോ ഈ മടവൂർ കാഫിലക്കാരന് മാത്രം കുറ്റം പറഞ്ഞ പോയാ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇതിനുള്ള പ്രേരണ. ഇത്തരം ആളുകൾക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ്. എന്നിട്ടാ തുള്ളി അവനാന്റെ കുട്ടികളെ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ കൊടുക്കാനാണ്. അല്ലാഹു റബ്ബി. അപ്പോൾ ഡോക്ടർക്ക് കഥ മനസ്സിലായി. മൂപ്പര് എന്നെ ഇരുത്തിങ്ങാണ്ട് കുറെ വേദമൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഏതായാലും നല്ല കാര്യത്തിന് മൂപ്പരെ കുട്ടി എന്റെ കുട്ടി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത്. 5-ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ട മത്സരം ഉണ്ടായി. ആ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട് ഇന്റെ കുട്ടി ഫസ്റ്റായി. തുള്ളി മരുന്നൊക്കെ ബാക്കിൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു കൊടുത്തു, ആ വരുന്ന തുള്ളി മരുന്ന്. വീട്ടിലെ സഹോദരങ്ങൾ, അപ്പോ പ്രതിരോധ മരുന്നിനെ അതിനെ എതിർക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണിത്. എന്നിട്ട് അതിന് കഥ കെട്ടിച്ചമച്ചുകൊണ്ട് പറയാം എന്താണ് ഇയാൾ വാക്സിൻ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നിനെ കളിയാക്കാൻ വേണ്ടി ഇയാൾ ഞാൻ ഗ്ലാസ്സിലാണ് കൊടുക്കാറുള്ളത്. എന്നിട്ട് അതിന് പറയുന്നതുണ്ടോ ഇയാളും ഡോക്ടറും തമ്മിൽ ചർച്ച നടന്നു. അവസാനം ഇയാൾ കുട്ടിയും ഡോക്ടർ കുട്ടിയും ഒക്കെ പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ്. അവസാനം ഇതൊന്നും കൊടുക്കാത്ത ഇയാളെ കുട്ടിയാണ് ഓട്ട മത്സരത്തിൽ ജയിച്ചത് എന്നൊക്കെ ഇയാൾ തട്ടിവിടുന്നു. അതൊക്കെ കേൾക്കുകയാണ് ആളുകൾ. ഇങ്ങനെ ഒരു ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടുന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകരസ്ഥാദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് വെട്ടിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പോഴാണ് എ പി ഉസ്താദ് അവിടെ ഭാര്യയോട് ചാരിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം, എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എ പി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചിറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് 2ാമത്തതും കൊടുക്കണം, 3ാമത്തതും കൊടുത്താൽ ഈ 4 മണിക്കൂറിന്റെ ഉള്ളിൽ പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അപ്പൊ പകരയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിയാർ തുടങ്ങുന്നത്. അപ്പൊ ഇവരൊക്കെ പ്രസംഗിക്കുന്നത് എന്താണ്? ചികിത്സ വേണ്ട, അതേപോലെ തന്നെ ഡോക്ടറെ കാണിക്കണ്ട, ഇത്തരം സംഗതികളൊന്നും വേണ്ട, എന്നാൽ ഭൗതികമായ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന നിലക്കാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സിറാജുദ്ദീൻ ലത്തീഫി അഥവാ മടവൂർ കാഫിലക്കാരൻ മാത്രമല്ല ഇതിൽ പ്രതി. ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്നുള്ള പ്രേരണ കൊണ്ടാണ്, അതല്ലെങ്കിൽ ഇവരൊക്കെ ഈ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നുള്ള അതിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഇത് ഇസ്ലാം ഉത്തരവാദിയാണോ? അതുകൊണ്ട് ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പകര, അതേപോലെ തന്നെ ഈ കുറ്റമ്പാറ മുസ്ലിയാർ, അതേപോലെ ഈ മുനീർ ബാക്കവി, കാന്തവൻ മുസ്ലിയാരുടെ പേര് പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ മുള്ളൂർക്കര സഖാഫി, അയാൾ പറയുന്നത് ബദർമാന ചൊല്ലിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കേട്ടു നോക്കൂ. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന് ചുറ്റുപാടത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടെന്താണെന്ന് അറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽവക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവെടുത്തിട്ട് അങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഹി വബിഹംദിഹി ശുക്റൻ അലൽ നിഅമായി. ബദർ ബൈത്ത് ചൊല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചെല്ലും, മഞ്ഞക്കുളം മാല ചെല്ലും, മുഹയ്യദ്ദീൻ മാല ചെല്ലും, റിഫായി മാല ചെല്ലും. ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. വേണ്ടുള്ളൂ കേട്ടോ, അല്ലാതെ കാട്ടും കിട്ടുമൊന്നും വേണ്ട.
പ്രസവിച്ചിട്ടുണ്ട്. എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിലൊന്നല്ല എന്നെ പ്രസവിച്ച് മരിമാലി ഡിഫായി ചെല്ലിയിട്ട് എന്നെ പ്രസവിപ്പിച്ചത്. അപ്പൊ ഇത്തരം മുസ്ലിയാക്കന്മാരാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ. അതുകൊണ്ട് ശക്തമായ നടപടിയാണ് ഇത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ ഉണ്ടാകേണ്ടത്. അപ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ഇനിയും ഇത്തരം സംഗതികൾ, ഈ നിരക്കുള്ള പ്രസംഗങ്ങളല്ലേ ഇവരുടെ അനുയായികൾ കേൾക്കുന്നത്, ഇത് കേട്ടുകൊണ്ടല്ലേ തക്ബീർ വിളിക്കുന്നത്? ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് കൈകളിൽ രക്ഷപ്പെടാൻ കഴിയുക? ഇത്തരം ദുരന്തങ്ങൾ സമൂഹത്തിൽ വരുത്തിവെച്ചിട്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രേരണയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമായ നിലയ്ക്ക് ഇത്തരം പ്രസംഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ച ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരം സംഗതികൾക്ക് എടുത്തു കാണിച്ചുകൊണ്ട് ചില യുക്തിവാദികളും മതനിഷേധികളൊക്കെ അവർ ചില പ്രചാരണങ്ങൾ നടത്തുന്നത് കണ്ടു. ഇതിനൊക്കെ മതമാണ് ഉത്തരവാദി എന്ന്. ബോഷത്തരം എന്നല്ലാതെ എന്താണ് അവരോടൊക്കെ പറയാം? മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത നിലക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത് അവരുടെ കുഴപ്പമാണ്. അള്ളാഹുവിന്റെ ദീൻ അതിന് എന്ത് പിഴച്ചു? ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. രോഗമുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. തവക്കുൽ ചെയ്ത്, ദൈവത്തിൽ തവക്കുൽ ചെയ്ത്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത്, ഒരു ഹോസ്പിറ്റലിലും പോകാതെ, ഒരു മരുന്നും കഴിക്കാതെ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകത്തിന്റെ പ്രവാചകൻ തികച്ചും പ്രായോഗികമായ നിയമങ്ങളാണ് പഠിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവിൻ. എന്നിട്ട് അവിടെ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തിനും മരുന്ന് നിശ്ചയിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന്, ഔഷധം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടുപിടിച്ചു, മറ്റു ചിലതൊക്കെ കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചിലതൊക്കെ അറിയാത്തത് കൊണ്ടാകാം. പക്ഷേ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. അതുകൊണ്ട് മതം അനുവദിക്കുന്ന അനുവദനീയമായ ചികിത്സകൾ നിങ്ങൾ നടത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ചികിത്സിക്കുക, അതോടൊപ്പം സൃഷ്ടാവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതാണ് പറയുന്നത്. അതല്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ സമയത്ത് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന് ആധുനികമായ സംവിധാനങ്ങളുണ്ട്, ഡോക്ടറെ കാണിക്കണം, അതിന് അനുവദനീയമായ ചികിത്സ തരണം. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഒരിക്കലും മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഈ പ്രചാരകർക്കാണ്. അവരിവിടെ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്കെതിരിലും നടപടിയെടുക്കുമ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങുകയുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.